നമ്മളിവിടെ സിമ്പിൾ പ്രോൺ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചെറുള്ളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച പ്രോൺ. ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കടുക് പൊടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഞാനത് ഇപ്പോൾ വഴറ്റുകയാണ്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുള്ളിയും ഇവിടെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. നേരത്തെ പ്രോൺ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. മുളക് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വലിയ 2 തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. നന്നായി വഴറ്റണം. തക്കാളി ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, വേണ്ടവർക്ക് എണ്ണയും ഉപയോഗിക്കാം. തക്കാളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പ്രോൺ ഇടാവുന്നതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടാണ് പ്രോൺ വേവിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റോളം അടച്ചു വെക്കണം. 3 മിനിറ്റ് ആയാലും മതി. ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. പ്രോൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.